പിന്നെ അതുപോലെ ബാക്കി ഇതിൽ വളരെ നമുക്ക് അത്ര പ്രോമിനൻ്റ് അല്ലാത്ത പോപ്പുലർ അല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ് അവിടുത്തെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരാണെങ്കിലും ഈ സിനിമയിലെ റിവ്യൂസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് ഇതിലെ പെർഫോമൻസുകളെ കുറിച്ചാണ്. ഒരു ആക്ടറിന്റെ പെർഫോമൻസ് പോലും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയിട്ടില്ല. എല്ലാവർക്കും അവർക്ക് കിട്ടേണ്ട റെക്കഗ്നേഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോ കുഞ്ഞു റോളുകൾ ചെയ്ത ആളുകൾക്ക് പോലും പല രീതിയിലുള്ള അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാവരുടെയും പേരോ ക്യാരക്ടേഴ്സോ എടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരെല്ലാവരും അത്ര ജെന്യുവിനായിട്ട് ഈ സിനിമയുടെ ഒരു സത്യസന്ധതയ്ക്കൊപ്പം കൂടെ നിന്നതും ഈ ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളുകൾക്കൊക്കെ കൂടെ നിന്നതും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ വേറൊരു സൈഡ്. പിന്നെ പ്രൊഡക്ഷനിലെ രഞ്ജിത്തും ഈ പറയുന്ന പോലെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ ആരോമൽ ഒക്കെ ആ പ്രൊഡക്ഷൻ ടീമും ഭയങ്കര കൂടെ ജ്യോതിഷേട്ടൻ്റെ കൂടെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു. ആനന്ദിൻ്റെ കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്രൂണോ ഒരു കൾട്ട് ക്യാരക്ടറായിട്ട് പിന്നീട് മാറിയതാണ്. അപ്പോൾ ബ്രൂണോയും ഈ പറയുന്ന പോലെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ആരും വളരെ നേരെ വന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഇതാണ് സീൻ ലെറ്റ്സ് ഡു എന്ന് പറഞ്ഞിട്ട് ആർക്കും ഈ സിനിമ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ആ ഹോംവർക്ക് ചെയ്ത് ഡയലോഗ്സ് ഒക്കെ പഠിച്ച് അപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ഡയലോഗ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡയലോഗ്സിൽ കോൺഷ്യസ് ആവാതെ നമ്മളത് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ജെന്യുവിനായിട്ട് ഒതന്റിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യത്തിലൊക്കെ ഇവരെല്ലാവരും ഭയങ്കര എഫേർട്ടാണ്. ദീപക്കും ഈ പറയുന്ന കണ്ണൂരിൽ നിന്ന് വന്ന ദീപക്ക് ഒരു കൊല്ലക്കാരനായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ അതും ദീപക്കും ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ശർമാജി അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലുള്ള കഥ കൂടെയാണ്. അപ്പോൾ ഒരു റിയൽ സ്റ്റോറി ആണെന്നുള്ളതിൻ്റെ ഒരു ഒരു ഫാക്ടറും കൂടെ ഉണ്ട് സിനിമയ്ക്ക്. കാരണം അത് ജ്യോതിഷേട്ടനും കൃത്യമായിട്ട് അറിയാം എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നും അത് എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്തിരുന്നതെന്നും. അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിലിംഗ് ഭയങ്കര രസമായിട്ട് ജ്യോതിഷേട്ടൻ ഭയങ്കര ആ ന്യൂആൻസസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും കൊണ്ട് ഫുൾ ഓഫ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്തും അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുൻകാല എക്സ്പീരിയൻസ് ഒക്കെ ഈ പറയുന്ന ആ സ്റ്റോറി വേൾഡ് സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.